മൂന്നാറിലെ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഒരു കോഫിയും കുടിച്ച് വിറ്റാമിൻ ഡി ആഗിരണം ചെയ്യുന്നു. നേരെ തോര വൈകിച്ചിട്ടില്ല, നമ്മൾ ചെറുക്കന്മാരുടെ പൂളിൽ ഇറങ്ങി. നമുക്ക് പോകാതെ നേരായിട്ട് കുറച്ചേരം അവിടെ കുത്തിമറിഞ്ഞാണ്ട് നേരെ ചായ കുടിക്കണ കയറി. ഇഡലി വെള്ളപ്പാട് നമ്മൾ ചായക്കടി പറഞ്ഞു അതങ്ങനെ സെറ്റ് ആക്കി പോകാനുള്ള പരിപാടിയാണ്. സലീമാക്ക റോട്ടിൽ കൂടെ പോയാൽ എല്ലാ പെണ്ണുങ്ങളും റാഞ്ചി കൊണ്ടുപോകും. പാവം ചെറുക്കൻ ആരോ മോട്ടറാക്കി കയറ്റി വിട്ടാണ്. ഏതായാലും അവിടുന്ന് വണ്ടി എടുത്താണ് നമ്മൾ നേരെ വന്നു മൂന്നാർ ടൗണിൽ ചുറ്റിക്കറങ്ങി നടന്ന് നമ്മൾ നേരെ അവിടെ മൂന്നാർ മെസ്സ് കയറി. സമയം ഉച്ചയായോടെ തന്നെ ഓരോ ചിക്കൻ ബിരിയാണി കൂട്ടി. അതിനുശേഷം മൂന്നാർ മാർക്കറ്റിലൂടെ കുറച്ച് നേരം മറിഞ്ചോ പുറഞ്ചോ നടന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയാണ് നമ്മൾ നേരെ വണ്ടി കയറി. മൂന്നാർ നമ്മൾ കുറെ വട്ടം വന്ന സ്ഥലമായോടെ തന്നെ പ്രത്യേകിച്ച് ഒരു സൈറ്റിക്ക് നമ്മൾ പോണില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ഈ തേയിലത്തോട്ടം കാണുമ്പോൾ നമ്മൾ വണ്ടി അറിയാതെ അങ്ങോട്ട് ചോട്ടും. മൂന്നാറിന്റെ പ്രകൃതി രമണീയ ഭംഗി കണ്ടുകൊണ്ട് നമ്മൾ നേരെ തമിഴ്നാട്, പൊള്ളാച്ചി, പാലക്കാട് വഴിയാണ് ഇറങ്ങി. കാടിനുള്ളിലൂടെ യാത്ര ആയതുകൊണ്ട് നമ്മൾ കുറെ പ്രതീക്ഷിച്ചു. നമുക്ക് ഭാഗ്യമില്ലാത്തോണ്ടോന്നും അറിയില്ല, ഈ കുരങ്ങന്മാരല്ലാതെ വേറൊന്നും നമ്മൾ കണ്ടു. പിന്നെ ആകെ കിട്ടിയത് ഈ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കാട്ടുപുളിയാണ്. അങ്ങനെ അതും പറിച്ചു തിന്ന് സമയം 10:30 മണിയായപ്പോൾ നമ്മളെ വണ്ടി നേരെ വന്നു പാലക്കാട് നെഹ്ദിന്റെ മുന്നിൽ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് സാധനം കുറച്ച് കുറവുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ സാധനം നമുക്ക് കിട്ടി. ആ മയണൈസും അൽഫാം പീസും മന്തി റൈസും ഒക്കെ ഇവിടെ കൂട്ടി പിടിച്ചപ്പോൾ കിട്ടിയ റാഹത്ത്. ശേഷം നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ വന്നിട്ട് ചെറുക്കന്മാരെ ഇറക്കിയാണ്ട് ഓലോടെ ഒരു ടാറ്റി പറഞ്ഞാണ് ഇനി നേരെ പെരി പോവാണ്, ബാക്കി എടുത്ത് കാണാം. അപ്പൊക്കെ ബൈ.